സ്കൂളിന്റെ അഡ്മിഷൻ കാണുന്ന ഒരു തീം ഇതാ. നമുക്ക് ഇതിനകത്ത് 60-30-10 റൂൾ വെച്ച് തയ്യാറാക്കിയ ഒരു അഡ്മിഷൻ പോസ്റ്റർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഈ കുട്ടിയുടെ. ഞാൻ മാത്രമായിട്ടൊന്ന് വലുതാക്കി തരാം. ഈ കുട്ടിയുടെ ഈ പോസ്റ്റർ നോക്കി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കളേഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ക്രീം കളറാണ്. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീം കളറാണ് അപ്ലൈ ചെയ്തത്. ഇതാണ് 60% നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. എസ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന 60% ഈ ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു 30% റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്, റെഡ്. പിന്നെ 10% ആണ് ഈ ഓറഞ്ച് കളറിന് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി കളറുകളൊന്നും ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ മിനിമലിസ്റ്റിക് ഡിസൈൻ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ഒരു നല്ല ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 അല്ലെങ്കിൽ 3 കളറേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൂടുന്തോറും നമ്മുടെ കണ്ണിന് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അതിനെ അനലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് കളറേ വരികയുള്ളൂ. ഈ ഡിസൈനും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഡിസൈനിനകത്ത് നേരത്തെ പറഞ്ഞ 60-30-10 ഇതിലും ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചറിൽ മാത്രമായിട്ട് വലുതാക്കി തരാം. അപ്പോൾ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ കുട്ടിയുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഭവമുണ്ട്, അഡ്മിഷൻ ഓപ്പൺ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വൈറ്റ് കളറിന് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ല അതിന്റെ ഒരു 60, ആ പോസ്റ്ററിന്റെ 60% അതിന് കൊടുത്ത്, ഇതിൽ ഏറെക്കുറെ ഇതിന് കൂടെ ഓറഞ്ചും കൂടെ ഒക്കെ ഓറഞ്ചിന്റെ ഗ്രേഡിയൻ, മഞ്ഞയുടെ ഓറഞ്ചിന്റെ ഒരു ഗ്രേഡിയൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ ഡിസൈനൊക്കെ കാണുമ്പോൾ ഈ റൂളൊക്കെ വെച്ച് ഒന്ന് വെറുതെ ഒന്ന് നിരീക്ഷിക്കുക, ഒബ്സേർവ് ചെയ്യുക. ഇനി ഒരുപാട് നമ്മൾ ആ ഫോണ്ടിനെ കുറിച്ചൊക്കെ അങ്ങോട്ട് പറയും. അപ്പൊ ഈ കളറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. ഇതിൽ വലിയ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് 60-30-10 എന്ന് പറയുന്നത്. 60% എന്ന് പറയുന്നത് ഡോമിനന്റ് കളർ ആയിരിക്കണം. ആ പോസ്റ്ററിന്റെ ഡോമിനന്റ് കളർ ആയിരിക്കും ആ 60%. ദിസ് സെറ്റ്സ് ദ ഓവറോൾ മൂഡ്. അതായിരിക്കും അതിന്റെ ഓവറോൾ മൂഡ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ഇറ്റ് ഫോർ ബാക്ക്ഗ്രൗണ്ട്, ലാർജ് ഷേപ്സ് ആൻഡ് ലാർജ് ടെക്സ്റ്റ് ഏരിയാസ്. അവിടെയൊക്കെ ഈ 60% നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ ചിലപ്പോൾ ലാർജ് ഷേപ്പ് ആയിരിക്കും അതിനകത്ത് കൊണ്ടുവച്ചേക്കാം. നമ്മളിപ്പോ കണ്ട 2 പോസ്റ്ററുകളിലും വെറും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കളറാണ് വെച്ചേക്കും. അതിന് പകരം ലാർജ് ഷേപ്പിന് ഒരു നിറത്തിലുള്ള ഒരു ഷേപ്പ് കൊണ്ട് വയ്ക്കാം, അല്ലെങ്കിൽ ലാർജ് ടെക്സ്റ്റിനെ കൊണ്ട് വയ്ക്കാം. 30% എന്ന് പറയുന്നത് മറ്റ് സെക്കൻഡറി കളർ ആയിരിക്കും. ക്രിയേറ്റ്സ് കോൺട്രാസ്റ്റ് ആൻഡ് വിഷ്വൽ ഇൻട്രസ്റ്റ് യൂസ്ഡ് ഫോർ പാനൽസ്, കാർഡ്സ് ആൻഡ് സെക്കൻഡറി ടെക്സ്റ്റ്. രണ്ടാമത്തെ ടെക്സ്റ്റ് നമ്മളിവിടെ അഡ്മിഷൻ വന്നതൊക്കെ രണ്ടാമത്തെ സെക്കൻഡറി ആയിട്ടുള്ള സാധനം. അതിന് ഇവിടെ ഉണ്ടാവും. ഈ റെഡിന് സെക്കൻഡറി ആയിട്ട് ഈ പറഞ്ഞ രീതി അനുസരിച്ച് സെക്കൻഡറി ആണ്. 10% എന്താ കൊടുത്തിരിക്കുന്നത്? ദ ആക്സെന്റ് കളർ സ്മോൾ ബട്ട് പവർഫുൾ. യൂസ് ഇറ്റ് ഫോർ ടു ആക്ഷൻ, ഹൈലൈറ്റ് ആൻഡ് ഐക്കൺസ്. ഇത് ഏകദേശം അതിനോട് അടുപ്പിച്ചാ വരുന്നത്. ആ യെല്ലോ കളർ ഒരു ബാഗിനും കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് കളർ. പക്ഷെ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യം. ഇനി അത് കൂടുതലൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത് തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടൈപ്പോഗ്രാഫിയെ കുറിച്ചൊന്ന് പറയാം. ഇത് നമ്മളെയും കൂടെ ബാധിക്കുന്ന വിഷയമാണ്. ഓക്കെ, ടൈപ്പോഗ്രാഫി. അതിനകത്ത് വരുന്ന ഫോണ്ടുകൾ എങ്ങനെ ഉണ്ടാകണം, എത്ര ഫോണ്ട് നമുക്ക് ഉപയോഗിക്കാം, ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യം. ചിലരെ ഞാൻ കണ്ടോണ്ട് ഒത്തിരി ഫോൺസ് ഉപയോഗിക്കും, ഓരോന്നിനും ഓരോ ഫോണ്ട്. അങ്ങനെ വരരുത്. നമ്മൾ കൃത്യമായിട്ട് 2 ഫോണ്ടിൽ കൂടാനേ പാടില്ല. ഒരു കാരണവശാലും 2 ഫോണ്ടിൽ കൂടുതൽ വരാനേ പാടില്ല. നമ്മുടെ മെയിൻ ഇപ്പോൾ സ്കൂൾ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണ് ഇമ്പോർട്ടന്റ്? സ്കൂളാണ്. ഇപ്പൊ സ്കൂള് വലുതാക്കി പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ദൂരെ നിന്ന് നോക്കുന്ന ഒരാളിന് സ്കൂള് വലുതായിട്ട് കാണും. പിന്നെ താഴെ വരുമ്പോൾ എന്തായിരിക്കും? നമ്മളെ മെയിൻ സബ്ജക്ട്. ചിലപ്പോൾ എന്തെങ്കിലും
ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. സ്കൂളിന്റെ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ആനുവൽ ഡേയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ. അപ്പൊ അതിന് നമ്മൾ സെക്കൻഡറി കൊടുക്കാം. അപ്പോൾ H1 ഏറ്റവും വലിയ ഫോണ്ട് H1 ആയിരിക്കും. H1 എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള, സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഉള്ളതായിട്ട് രണ്ടാമത്തെ കൊടുക്കുക, തേർഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് തേർഡ്. അങ്ങനെ സബ് ഹെഡിങ്സ്, പിന്നെ ബോഡി ടെക്സ്റ്റ്. പിന്നെ ഇതിലെ ബോഡി ടെക്സ്റ്റിന്റെ സൈസും കൂടെ എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 12 മുതൽ 40 PT ആണ്. PT ആയിരിക്കും ഈ നമ്മുടെ ബോഡി ടെക്സ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നത്. 12, 14 ഇത് A4 സൈസിലൊക്കെ ചെയ്യുമ്പോൾ 12, 14ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ഫോണ്ടിന്റെ സൈസ് ബോഡിക്ക് മെയിൻ കണ്ടന്റ് വരുന്നത്. മറ്റു സാധനങ്ങളൊക്കെ വലുതാവും, ഹെഡിങ് ഒക്കെ വ്യത്യാസം വന്നേക്കാം. ഇതാരാണ്? ഹലോ, പറയൂ. ഗ്രൂപ്പില് ഒരു AI കോഴ്സിനെ പറ്റി കണ്ടിട്ട് വിളിക്കുക. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഒരു സെക്കൻഡ് ഞാൻ വേറെ ആളുടെ കൊടുക്കണം. ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ധന്യ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഫോണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. മെയിൻ ആയിട്ട് നമുക്കൊരു ഫോണ്ട് നമ്മൾ ഹെഡിങ്ങിൽ കൊടുക്കണം. പിന്നെ മറ്റ് ഫോണ്ടുകൾ താഴെ കൊടുക്കാം. രണ്ടിൽ കൂടുതൽ മാറാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ റൂളുകളാണ്. ഈ റൂൾസ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. കുറച്ച് യൂസ് കേസുകൾ നോക്കിക്കോ. ഈ പ്രസന്റേഷൻസ് പോലുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ കാലിബ്രി ബോൾഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. റിപ്പോർട്ട് പോലെയുള്ളവർക്ക് ജോർജിയ, റിപ്പോർട്ട് ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ജോർജിയ എന്ന് പറയുന്ന ഫോണ്ട് നമുക്ക് ഫോണ്ട് ലിസ്റ്റിലൊക്കെ കാണാൻ പറ്റും. പോസ്റ്റർ ഒക്കെ തയ്യാറാക്കുമ്പോൾ ഏരിയൽ ബ്ലാക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. വർക്ക്ഷീറ്റ് തയ്യാറാക്കുമ്പോൾ MS എന്തോ അങ്ങനത്തെ ഫോണ്ടുകൾ, ബോഡി ഏരിയയിൽ ഈ പറയുന്ന കാലിബ്രി ലൈറ്റ് അങ്ങനത്തെ ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ മെയിൻ പോയിന്റുകൾ മാത്രം പറയാണ്. ലേഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കോളൂ. ഗ്രിഡ് ആയിട്ടാണ് പല ഡിസൈൻസും, ഗ്രിഡ് ബൈ ഗ്രിഡ് ആയിട്ടാണ് ഡിസൈനുകളെ അലൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു മറ്റെന്തെങ്കിലും ഒരു പോസ്റ്റർ എടുത്ത് നോക്കാം. ഗ്രിഡ് അലൈൻ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റർ. ഈ ചിത്രത്തിൽ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു, അതിൽ കുറച്ച് നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രിഡ് ഇല്ല എങ്കിൽ ഗ്രിഡ് ഇല്ല എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ഡിസൈൻ ആണ്. പക്ഷെ അതിനകത്ത് ഒരു ലേ ഔട്ടിൽ ഒരു ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഇതിനെ ഒന്ന് വലുതായി കാണിച്ചു. ഗ്രിഡ് ഇല്ലാത്ത പറഞ്ഞ എളുപ്പമുണ്ടായി. ഇതിനകത്ത് ഒരു കൃത്യമായിട്ട് ഒരു ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഫോണ്ടുകളും അതിന്റെ ഒരു ഓർഡർ അലൈൻമെന്റ്, അതിന്റെ ഹാർമണി എന്നാണ് പറയുന്നത് ഡിസൈനിന്റെ. അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒത്തിരി സംവിധാനങ്ങൾ ഉണ്ട്. ഡിസൈനിൽ അതിന്റെ ആ ലെവൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അലൈൻമെന്റ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ലെഫ്റ്റ് അലൈൻ ആയിരിക്കണം. ചിലര് അലൈൻമെന്റിൽ ജസ്റ്റിഫൈ ചെയ്തിട്ടേക്കും. അങ്ങനെയൊന്നും ചെയ്ത് ശീലിക്കാറില്ല. ഇത് കറക്റ്റ് ലെഫ്റ്റ് അലൈൻമെന്റ് തന്നെ ആയിരിക്കണം. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊരു ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒരു യൂണിഫോമിറ്റി നമുക്ക് എല്ലാ ഡിസൈനിങ്ങിലും നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് തയ്യാറാക്കി, നമ്മൾ ആരും ഡിസൈനേഴ്സ് അല്ല. നമ്മൾ ഡിസൈൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തന്നെ ആയിരിക്കും നമ്മുടെ മെയിൻ കാര്യങ്ങൾ. കളർ തിയറി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോർഡിന്റെ കാര്യം തന്നെ നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബോർഡായിരിക്കും അല്ലെ, ബ്ലാക്കോ ഗ്രീനോ അങ്ങനെയുള്ള ഏതെങ്കിലും കളറിലുള്ള ബോർഡായിരിക്കും. അപ്പൊ അതിൽ എഴുതുന്ന ചോക്ക് അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന പെന്ന് നമ്മൾ എന്തായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് കളർ ആയിരിക്കും. ഡാർക്ക് ആണെങ്കിൽ ലൈറ്റ് ആയിരിക്കും. ലൈറ്റ് പെന്നാണ് ഉപയോഗിക്കുന്നത് അല്ലെ, ലൈറ്റ് കളർ ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ആണ് വെള്ള ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് എഴുതും? ബ്ലാക്ക് കളർ കൊണ്ട് എഴുതും.
അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളെ കൊടുക്കുന്ന സാധനം റീഡബിൾ ആയിരിക്കണം, കുട്ടിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അപ്പൊ അതാവാൻ വേണ്ടി എന്തായിരിക്കണം, അതിലെ ഒരു മെയിൻ തിയറി ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണെങ്കിൽ അതിൽ വരുന്ന ഫോണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കളർ ആയിരിക്കണം, ലൈറ്റ് ആയിരിക്കണം, അത് റീഡബിൾ ആയിരിക്കണം. നമുക്കതിനെ തിരിച്ചറിയുന്ന അതിലേക്ക് നമ്മൾ എത്താം. ഓക്കെ, എ ഐയിലെല്ലാം തയ്യാറാക്കി തരുന്ന അങ്ങനെ തന്നെയാണ്. അഥവാ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വരും, ക്യാൻവയിൽ വന്ന് നമ്മൾക്ക് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ ക്യാൻവ ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്തതാണ്. രണ്ടാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് ഫോണ്ടിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഒത്തിരി ഫോൺസ് ഉപയോഗിക്കില്ല, ഒന്ന് അല്ലെങ്കിൽ രണ്ട്, അതിൽ കൂടുതൽ ഫോണ്ട് വരാൻ പാടില്ല. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം. എല്ലാം കൊണ്ട് ടെക്സ്റ്റുകൾ കൊണ്ട് പോകുന്ന പോലെ പലയിടത്തുമായിട്ട് വയ്ക്കില്ല, ഒരു ഓർഡറിൽ വളരെ ഭംഗിയായിട്ട് വയ്ക്കും. ലെഫ്റ്റ് തന്നെ അലൈൻ ചെയ്ത് വെക്കണമെന്നില്ല, ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ സിക്സാഗ് പോലെയൊക്കെ വരും. പക്ഷെ അത് ആ ചെയ്യുന്നതിന്റെ ഒരു രീതിയാണ്. പക്ഷെ മൊത്തത്തിൽ കൊണ്ട് ഒരു കാണണം, ഒരു സ്മൂത്ത്നെസ് കാണണം. നമ്മുടെ വീടുകളിലായിരുന്നാലും നമുക്ക് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കാണുന്ന ഫോണ്ടുകളിലൊക്കെ നല്ല ഓർഡറിൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസൈനിൽ പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിനി ക്യാൻവയിലേക്ക് കിടക്കാം. ക്യാൻവ എന്ന് പറയുന്നത് നമുക്ക് പ്യുവറായിട്ടും ക്യാൻവ എടുക്കുന്നത് എങ്ങനെയാണ്, ഗൂഗിൾ എടുത്തിട്ട് ക്യാൻവ എന്ന് അടിക്കുന്നു, ക്യാൻവ വരുന്നു. ഇപ്പൊ ലോഗിൻ ബട്ടൺ കൊടുത്ത് ലോഗിൻ ചെയ്യണേ. ഇപ്പൊ ഈ ഓപ്പണായി വന്നതാണ് ക്യാൻവ, ഈ വന്നുകൊണ്ടിരിക്കുന്നതാണ്, പൂർണ്ണമായും വന്നിട്ടില്ല, വരുന്നു. യെസ്, ക്യാൻവയുടെ ഒരു ഇന്റർഫേസ് നമ്മൾ ഇവിടെ കാണുകയാണേ. ക്യാൻവയുടെ ഇന്റർഫേസ് നമ്മൾ കാണുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ടൂളുകളുണ്ട്. നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് നമുക്ക് ഉപയോഗിക്കണം. ഇവിടെയൊക്കെ ഉള്ള സാധനം തന്നെ നമ്മൾ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ക്യാൻവ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ജിമെയിൽ വേണമെന്ന് അറിയാമല്ലോ. നമ്മുടെ ഏതെങ്കിലും ഉള്ള ജിമെയിൽ ഐ ഡിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല, ക്യാൻവ ലോഗിൻ ചെയ്യാം. ഇനി പ്രശ്നമുള്ളത് ചില സാധനങ്ങൾ മാത്രം അവർ ഫ്രീ തരത്തില്ല. അധ്യാപകർക്ക് ഫ്രീ ഉണ്ട്, അതിന്റെ വീഡിയോസ് ഞാൻ അയച്ചു തന്നു. കുറച്ച് പേർക്കൊക്കെ ചെയ്യാൻ പറ്റിയെന്ന്, ഒരുപാട് പേര് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് കാലക്രമേണ റെഡിയാക്കാം, ടെൻഷനൊന്നും വേണ്ട. നമുക്കിപ്പോൾ പഠിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഫ്രീയിലുണ്ട്, അത് മതി. ഇപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നില്ലേ, എങ്ങനെയാ ഇത് എടുത്തതെന്നറിയോ? ഈ പ്ലസ് ബട്ടൺ, ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് വേണ്ടത്, നമുക്കൊരു ലക്ഷ്യം കാണുമല്ലോ. നമ്മൾ ചുമ്മാ ക്യാൻവ എടുക്കുകയല്ലല്ലോ, നമുക്ക് ക്യാൻവയിൽ എന്താ വേണ്ടേ? പ്രസന്റേഷൻ തയ്യാറാക്കണമെങ്കിൽ പ്രസന്റേഷനിൽ ക്ലിക്ക് ചെയ്യാം. സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. പ്രിന്റബിൾസ്, നമ്മുടെ A4 പോലത്തെ സാധനങ്ങൾ ചെയ്യാനാണെങ്കിൽ അതെടുക്കാം. വീഡിയോ ഉണ്ടാക്കാനാണെങ്കിൽ വീഡിയോ എടുക്കാം. പവർ പോയിന്റ് പ്രസന്റേഷൻ ആണെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ എടുക്കാം. ഇനി താഴോട്ട് പോകുമ്പോൾ ഷീറ്റ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ എക്സൽ പോലത്തെ ഷീറ്റ്. ഇനി വെബ്സൈറ്റ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നമ്മളെ ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതിൽ ഒന്നാണ് പ്രിന്റബിൾസ്. അപ്പൊ എന്താണ് ഈ സാധനം? നമ്മൾ എന്താ ചെയ്യാൻ പോണ, അത്രേ ഉള്ളൂ. എന്താണ് നമുക്കൊരു ആവശ്യം, ക്യാൻവയെ കൊണ്ട് എന്താ ആവശ്യം? നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ്. അപ്പൊ എന്ത് ചെയ്യാം, ക്രിയേറ്റ് എടുത്തിട്ട് പ്രിന്റബിൾസിനകത്ത് കാർഡ് ലാൻഡ്സ്കേപ്പ് എടുക്കാം, ഫ്ലയർ എടുക്കാം, ബിസിനസ് ലാൻഡ്സ്കേപ്പ് എടുക്കാം. അല്ലാത്ത ഒരു പോർട്രേറ്റ് ആയിട്ട് ഓർമ്മയാവുള്ളൂ, US പോർട്രേറ്റ് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി നമുക്കൊരു കുഞ്ഞ് സാധനം നമുക്ക് ചെയ്യാം. നമ്മൾ AI ആണല്ലോ പഠിക്കുന്നത്, അപ്പൊ AI എന്ന് തന്നെ ഒരെണ്ണം കൊണ്ടുവരാം. ഇവിടെയൊക്കെ ഡിസൈനുകൾ കിടപ്പുണ്ട്, നമുക്ക് ക്യാൻവ തരുന്നതാണ്. ഈ ഡിസൈൻ ഇൻറ്റു ദ സ്പേസ് എന്ന് പറഞ്ഞ ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഈ കാണുന്ന ഇത് എവിടുന്ന, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമുക്ക് എലമെന്റ്സിനകത്തൊക്കെ ഉണ്ട് കേട്ടോ ഈ സാധനം. ഇത് ടെംപ്ലേറ്റ്സിനകത്തുനിന്ന് എടുക്കുന്നതാണ്. നമുക്ക് ഈ കാണുന്ന ടെംപ്ലേറ്റുകൾ ഏതാണോ വേണ്ടത് അതിലോട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ലളിതമായിട്ടുള്ള
നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. 60-30-10 എന്നുള്ള ആ രീതി. പക്ഷെ ഇതിനകത്ത് എത്ര കളർ, ഒരുപാട് കളർ കിടപ്പുണ്ട്. എന്നാലും ഒരു കളർ ടോൺ സെയിം ആണ്. എല്ലാം ഒരേ ഇലുസ്ട്രേഷൻസ്, ഒരേ ടൈപ്പ് ഇലുസ്ട്രേഷൻസ് ആണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് അത് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ പുതിയ പോസ്റ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആവശ്യമില്ലാത്തതിനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പുതിയതൊക്കെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയാണ് നമ്മൾ ക്യാൻവയിൽ ചെയ്യുന്നത്. എലമെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. എലമെന്റ് എടുക്കാം. എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പുകളൊക്കെ എന്ത് വേണം അതിനകത്ത് കിട്ടും. ഇപ്പോ ഒരു സ്കൂളിന്റെ ഫോട്ടോ എനിക്ക് വേണം. അപ്പൊ സ്കൂൾ എന്ന് പറഞ്ഞ എലമെന്റിൽ കൊടുക്കാം. ഇപ്പൊ സ്കൂൾ വരും, കുറെ സ്കൂളുകൾ വരും. അതിനകത്ത് സ്കൂൾ എടുത്ത് ഇതിനകത്ത് വയ്ക്കാം. കിട്ടിയ ഇനി ടെക്സ്റ്റിൽ നമുക്ക് ഇവിടെ ആഡ് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആഡ് ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡിക്ക് വേണ്ടി കൊടുക്കുന്ന 1, 2, 3, 4 ഇത് ഇത്രയും നമ്മൾ ഉപയോഗിക്കാം. ഇപ്പൊ ഉപയോഗിച്ച് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉപയോഗിച്ച് പോവുകയാണേ. ഇപ്പൊ ആഡ് ഹെഡിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു സ്കൂളിന്റെ പേര് കൊടുക്കുകയാണ്. ABC സ്കൂൾ എടുത്ത് മുകളിൽ ഇങ്ങനെ വെച്ച് ഇതിനെയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അതിനെ ചെറുതാക്കി ഇവിടെ കൊണ്ട് ഇങ്ങനെ വയ്ക്കുക. ABC സ്കൂൾ. രണ്ടാമത് സബ് ഹെഡിങ് എന്ന് പറയുന്നത് അത് എടുത്തിട്ട് അഡ്മിഷൻ സ്റ്റാർട്ടഡ്. ഓക്കെ, അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു. നമുക്ക് ChatGPT എന്ന് കുറെ കൊണ്ടുവരാം. ChatGPT എടുത്തിട്ട് ChatGPT ഞാൻ എന്താണ് ChatGPT എടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് കുറച്ച് ഐഡിയാസ് പറഞ്ഞു തരാനാണേ. ഗീവ് മീ ഐഡിയ ഫോർ ക്രിയേറ്റിംഗ് അഡ്മിഷൻ പോസ്റ്റർ ഫോർ മൈ സ്കൂൾ ABC LP. കുറെ ഐഡിയാസ് ChatGPT തരും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഐഡിയാസ് ഒക്കെ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ടോ, എനിക്ക് കുറച്ച് ടെക്സ്റ്റ് ആണ് വേണ്ടിയിരുന്നത്. ഐഡിയകളെല്ലാം ചറപറാന്ന് വന്നു. ഇപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ള കുറച്ച് മാത്രം എടുത്ത് ഇവിടെ നിന്ന് കോപ്പി എടുത്തു. ഇവിടെ വന്നു, ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്തു. കോപ്പി പേസ്റ്റ്. ഗ്രോവിംഗ് മൈൻഡ്സ്, ഗ്രോവിംഗ് ഫ്യൂച്ചേഴ്സ്. ഒരുപാട് കണ്ടന്റ് വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നമുക്ക് വേണ്ട, എനിക്ക് കളയാം. ഇനി കുറച്ച് എലമെന്റ്സ് എന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാം. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്കൂളെന്ന് അടിച്ചു കൊടുക്കുന്നു. എലമെന്റ്സിൽ കുറെ എലമെന്റ്സ് കാണിക്കും. ഈ ഗ്രാഫിക്സ് ഒന്ന് ഓൾ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്. ഇത് രണ്ടും ഒക്കെ എനിക്ക് നോക്കാം കൂടുതൽ ആവശ്യം വരും. ഗ്രാഫിക്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വരും. ഐഡിയ
ഓക്കെ, ഫോണ്ടുകൾ നമുക്കൊന്ന് ഫോണ്ട് ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ എന്ത് ടെക്സ്റ്റോ എന്തിനെ സെലക്ട് ചെയ്താലും അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും. അതിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത് അല്ലേ? നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴേ പറഞ്ഞേ, ഗൂഗിൾ യൂട്യൂബിന്റെ ക്രിയേറ്റിൽ പറഞ്ഞു നമ്മൾ എന്ത് സാധനത്തിൽ ക്ലിക്ക് ചെയ്താലും അതിന്റെ പ്രോപ്പർട്ടീസ് കാണും. ഇപ്പൊ ഈ ABC സ്കൂളിന്റെ പ്രോപ്പർട്ടിയാണ് ഈ മുകളിൽ കാണിക്കുന്നത്. എന്താണ് പ്രോപ്പർട്ടി? ഈ പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത്, സൈസ് ചേഞ്ച് ചെയ്യുന്നത്, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അലൈൻമെന്റ്, അങ്ങനെയുള്ള എല്ലാ സാധനവും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഫോണ്ട് ആണല്ലോ മാറ്റേണ്ടത്. ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവ കൊടുത്തിട്ട് താഴോട്ട് വരും. ഫോണ്ട് ഏതുണ്ട്, സ്ഥിരമായിട്ട് ചില ഫോൺസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടെ നമ്മുടെ സ്കൂളിൽ ഇന്ന ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്, നീറ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ നാനോ സാൻസ് മലയാളം എന്ന് പറയുന്ന ആ ഫോണ്ട് എടുക്കും. ABC സ്കൂൾ അഡ്മിഷൻ സ്റ്റാർട്ട്. അതിന് അത് എനിക്കിപ്പോ 2 ഫോണ്ട് മതി. ഒന്ന് ഈ നാനോ കൊടുക്കുന്നു, മറ്റൊന്ന് ഈ ഗ്ലേഷ്യൽ എന്ന് പറയുന്ന ആ ഫോണ്ട് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ഗ്ലേഷ്യൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പല കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. ഇതിലൊരു ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് നമ്മൾ ഫോണ്ടിന്റെ കാര്യമാണ്, അത് പറയാനായിട്ടാണ് ഇതിലോട്ട് വന്നത്. ഇനി ക്യാൻവയിൽ നമുക്ക് AI ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. നമ്മള് ഇത്രയും ദിവസങ്ങളിൽ എന്തൊക്കെയാ ചെയ്തേ? കുറേ ഇതൊക്കെ തയ്യാറാക്കിയില്ലേ, റീഡിംഗ് കാർഡ് തയ്യാറാക്കി, വർക്ക്ഷീറ്റുകളൊക്കെ തയ്യാറാക്കി. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതിനെ എങ്ങനെയാണ് തിരുത്തേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വർക്ക്ഷീറ്റുകളൊക്കെ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന് പറയാം. നമുക്ക് അതിന് ക്യാൻവ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ടെന്ന് പറയും. അപ്പൊ ക്യാൻവയിൽ നമ്മൾ തിരുത്താൻ പഠിക്കണമല്ലോ, അതല്ലേ അത്യാവശ്യം. നമ്മൾ ക്യാൻവ പഠിക്കാനല്ല വന്നത്. നമ്മൾ വന്നത് നമ്മൾ തയ്യാറാക്കുന്ന വർക്കുകൾ എങ്ങനെ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കാനാണ് നമ്മൾ വന്നത്. അപ്പൊ ഈ പറഞ്ഞ കുറച്ച് ടൂളുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഇതുപോലത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ എടുത്ത് കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ആദ്യത്തെ പണി. ആഡ് പേജ് കൊടുത്തു, അപ്പൊ താഴെ ഒരു പേജ് വന്നു കേട്ടോ. ഇവിടെ ആഡ് പേജ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജ് പുതുതായിട്ട് ആടാം. അപ്പൊ താഴോട്ട് വരും. ഈ പേജിൽ ഞാനൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം AI കൊണ്ട് ചെയ്യിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ന്യൂ ചാറ്റ് എടുത്തിട്ട് അതിനകത്ത് ഒരു മലയാളം വർക്ക്ഷീറ്റ്, മലയാളം ആണല്ലോ ChatGPT പറയും, ക്രിയേറ്റ് മീ എ വർക്ക്ഷീറ്റ്, മലയാളം 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 വർക്ക് ഈ സ്റ്റാൻഡേർഡ് 3 അടക്കം, സ്റ്റാൻഡേർഡ് 3 കണക്കാക്കിയിട്ടുള്ള ഈ വർക്ക്ഷീറ്റ്. ഇമേജ് കൊടുക്കണം. ഇമേജ് ഇവിടെ കൊടുക്കാം. ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുമോ നോക്കട്ടെ. ഇല്ല, ഇവിടെ തരില്ല. അപ്പൊ ഞാൻ യുവമാരെ അത്രയും എടുക്കാം. ഇത്രയും വേണ്ട, ചെറിയ വർക്ക്ഷീറ്റ് വേണം. തെറ്റ് വന്ന മെഷർ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തെറ്റ് വരില്ല. ChatGPT തെറ്റായിട്ടുള്ള സാഹചര്യം ഇമേജ് ക്രിയേറ്റ് മീ ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണേ. നമ്മുടെ ChatGPT നിന്ന് എടുത്ത സാധനത്തിനെ പേസ്റ്റ് ചെയ്ത് വർക്ക്ഷീറ്റ് ആക്കി തരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണേ. ആ, ഇമേജ് വന്നു. ക്രിയേറ്റ് മീ ഇമേജ് ഫ്രണ്ടിൽ കൊടുത്തതേ ഉള്ളൂ. നമ്മൾ ഇതുപോലത്തെ സാധനം ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലും വർക്ക്ഷീറ്റ് എന്ന് കൊടുത്താൽ അത് നേരത്തെ കാണിച്ചതുപോലെ ടെക്സ്റ്റ് ആയിട്ട് തരും. ക്രിയേറ്റ് മീ ഇമേജ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ ഇമേജ്
ചെയ്ത് തരത്തുള്ളൂ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്രിയേറ്റ് മീ ഇമേജ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പോസ്റ്ററിനെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കൊടുത്തിട്ട് ആ വർക്ക്ഷീറ്റ് പോലെ എനിക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് ഇപ്പോൾ നമ്മൾ തെളിഞ്ഞു. അങ്ങനെ ചെയ്യുന്ന വർക്ക്ഷീറ്റുകളെ നമ്മൾ ക്യാൻവയിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് അതിൽ നമ്മൾ എങ്ങനെ ബെറ്റർ റിസൾട്ട് നേടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ. ഒരുപാട് ഇപ്പൊ ക്യാൻവ തീരെ ഉപയോഗിക്കാത്തവര് ഒരു കാരണവശാലും ഒരുപാട് ടെൻഷൻ അടിക്കും. വെറുതെ ഒന്ന് ക്യാൻവ ഓപ്പൺ ആക്കുക. ഞാൻ ഒരു ഈ പേജ് കാണും. ഇപ്പൊ ഓപ്പൺ ആയി വന്നു, ഒന്നും വന്നില്ല. ഇതൊരു ബ്ലാങ്ക് പേജാണെന്ന് വിചാരിക്കും. ഇന്ന് വരെ തൊട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയാം. ഇതില് ഫോണിലായിരുന്നാലും ഇവിടെ ഒരു ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും, ഒരു പ്ലസ് ബട്ടൺ കാണും. പേര് വ്യത്യാസം ഉണ്ടെന്ന് നോക്കി ഈ ക്രിയേറ്റിലാണ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല നമ്മൾ എന്താണ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ ആണെങ്കിൽ നമ്മളെ വർക്ക്ഷീറ്റ് ഒക്കെ തയ്യാറാക്കിയല്ല അതിൽ തിരുത്തൽ വരുത്തണമല്ലോ, അതായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇതുപോലത്തെ ഒരു ഒരു സാധാരണ A4 സൈസ് ഒക്കെയാണ് ഇത്. ഈ 8.5x11 ഒക്കെ A4 അടുത്ത് വരുന്ന സൈസാണേ. അതൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിനകത്ത് ഇവനെ അങ്ങ് പിടിച്ചങ്ങ് വെക്കണം. ഇതാവും കോപ്പി ഇമേജ്. കോപ്പി ഇമേജ് കോപ്പി കഴിഞ്ഞാൽ പേസ്റ്റ്. പേസ്റ്റ് പേസ്റ്റ് വന്നില്ല. കോപ്പി പേസ്റ്റ്. അവിടെ പേസ്റ്റായി. നമ്മൾ അവനെ വലുതാക്കുന്നു, നടുക്കൊണ്ട് വയ്ക്കുന്നു. ഇതിവിടെയാണ് നമ്മുടെ മെയിൻ കാര്യം. എത്രയും പറഞ്ഞതും പലരും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഈ പറയാൻ പോകുന്നതാണ് നമ്മുടെ ഇനിയുള്ള കാര്യം. മലയാളം വർക്ക്ഷീറ്റ് ക്ലാസ് 3. നിങ്ങൾ ആരൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ. മെസ്സേജ് നോക്കാം. ഒരു മെസ്സേജ് മാത്രം അയച്ചത്. സർ വോയിസ് ലോ ആണ്. വോയിസ് നല്ല ഹൈ ആയി ഇല്ലേ ടീച്ചർ? സാറേ വോയിസ് ഇപ്പൊ കുഴപ്പമില്ല സാറേ. സാറേ ഒന്നുകൂടെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്ന ഒന്ന് കാണിക്കാമോ? യെസ്. 1 2 3 4 5 കാണിക്കാം. ഡിലീറ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല ടീച്ചർ. അവിടെ പോയി കോപ്പി എടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ്. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. പേസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ പിടിച്ച് നമ്മൾ വലുതാക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കണം എവിടെയെങ്കിലും തെറ്റുണ്ടോ. ഭാഗം 1 വായന. താഴെ നൽകിയിരിക്കുന്ന പര്യഗ്രാഫ് ഒരു തെറ്റ് വന്നണ്ട. പര്യഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ പാരഗ്രാഫിന്റെ മലയാളം ഒന്നുകൊണ്ട് ഇത്രേ ഖണ്ഡികേ എന്നല്ലേ? രവി നല്ല കുട്ടിയാണ് അവൻ. സ്കൂളിൽ കണ്ടാ, സ്കൂളിലായിരുന്നു. ഇവിടെ അടയാളമില്ല. അപ്പൊ ഇതൊന്ന് ഞാൻ ഒന്ന് ശരിയാക്കി തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടെക്സ്റ്റ് ഇല്ലേ, നമ്മളെ ടെക്സ്റ്റ്, അതിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതങ്ങ് എടുത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി ശ്രദ്ധിച്ചോണം, ഇനിയുള്ള വരികയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് ബോക്സിലങ്ങ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് അങ്ങ് നേരിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് മലയാളം അറിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സെക്കൻഡ് കൂടെ എനിക്ക് തരണേ. ഒരു സെക്കൻഡ്.
ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാ അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഗൂഗിൾ എടുക്കും. ഗൂഗിൾ എടുത്തിട്ട് മംഗ്ലീഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യും. എന്ത് ടൈപ്പ് ചെയ്യും? മംഗ്ലീഷ്. മംഗ്ലീഷ്. എങ്ങനെയെങ്കിലും മലയാളം കൊണ്ടുവന്നാൽ പല പല സാധ്യതകളുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മംഗ്ലീഷ് എടുത്തിട്ട് അതിനകത്ത് സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റെന്തായിരുന്നു? സ്കൂളിൽ അത് നമ്മൾ എടുക്കും. സ്കൂളിൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? കോപ്പി എടുത്തു. ഇവിടെ നിന്ന് കോപ്പി എടുത്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. എവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു? നമുക്ക് വേണ്ടിടത്ത് കൊണ്ടുവന്ന് ഈ ടെക്സ്റ്റിനകത്ത് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തപ്പോ ഇല്ല് താഴെ കിടപ്പുണ്ട്, കണ്ടോ നിങ്ങള്? ആ, ഇപ്പൊ ചാടി വെളിയിൽ വന്നു. ഇതാണ് സാധനം. ഒരിക്കൽ കൂടെ കാണിച്ചേ. മലയാളത്തിൽ പോയിട്ട് സ്കൂളിൽ എന്നുള്ളതിനെ കോപ്പി എടുത്തു. ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ടെക്സ്റ്റ് എടുത്ത് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തു. നമ്മൾ മംഗ്ലീഷിൽ നിന്ന് കോപ്പി ചെയ്തതിനെടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവനെ പിടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടിങ്ങനെ വയ്ക്കും. എന്നിട്ട് ചെറുതാണ് കണ്ടോ? എന്നിട്ട് ആ സ്കൂളിന്റെ പുറത്ത് കൊണ്ട് വയ്ക്കും. പുറത്ത് കൊണ്ട് വയ്ക്കുമ്പോ ഇങ്ങനെയാണ് വരണം, കണ്ടോ? ഇങ്ങനെയാണ് വരണം. നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാം. ഇങ്ങനെ വരണവനെ ഇങ്ങനെ വരും. ഇനി ഒരു കാര്യമാണ് ശ്രദ്ധിക്കാൻ. ഇപ്പൊ ഈ സ്കൂൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കളർ, ഇത് എന്ത് കളർ? ചിലപ്പോൾ വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളറായിരിക്കും. അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇഷ്ടമാണൊക്കെ പ്രശ്നമാണ് കേട്ടോ. അപ്പോ എന്ത് ചെയ്യും? എഫക്ട്സിൽ പോണം. അതിനു മുമ്പേ ഇത് സെലക്റ്റഡ് ആയിരിക്കണം. ഇത് സെലക്റ്റഡ് ആയിരിക്കണം. എഫക്ട്സിൽ പോയിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനം എടുക്കും. എഫക്ട്സിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ സാധനം എടുക്കണം. അപ്പൊ നമുക്ക് മഞ്ഞ കളറിൽ കിട്ടും. മഞ്ഞ കളറിനെ മാറ്റിയിട്ട് ഇതിന്റെ കളർ കൊടുക്കും. ഒരിക്കൽ കൂടെയും 2 പ്രാവശ്യമൊക്കെ ഞാൻ പറയും. റെഡ്നെസ് കുറച്ച്. ഇതിനകത്ത് കുറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സ്പ്രെഡ്, റൗണ്ട്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതായിരിക്കണം. സ്പ്രെഡ്നെസ് കുറച്ച് കഴിഞ്ഞാൽ ചെറുതാണ്. നമ്മൾ ഇതിനെ എടുത്ത് പിടിച്ച് ഇവിടെ കൊണ്ടിങ്ങനെ. ആരൊക്കെയോ മൈക്ക് എടുത്തു സംശയം ചോദിക്കാനായിരിക്കും. പറഞ്ഞുതരാം. 1, 2, 3 പ്രാവശ്യം പറയാം. അവൻ സ്കൂളിൽ പോകുന്നു. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇഷ്ടമാണ് ഒന്ന് ഒരിക്കൽ കൂടെ ചെയ്ത് കാണിച്ചു തരട്ടെ. സ്കൂളിൽ ചെയ്ത പോലെ ഇഷ്ടമാണ്. ഈ ഇംഗ്ലീഷിലാണ് ഞാൻ അടിക്കുന്നത്. ഇഷ്ടമാണ്. 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 ഇഷ്ടമാണ് സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടമാണ് വേണ്ട സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നു. ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇഷ്ടമാണ് വന്നു കഴിഞ്ഞു. ഇനി ഇഷ്ടമാണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഏത് വേണം? ഇവിടെ അതിന്റെ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. നിങ്ങൾ ഈ പിക്ചറിലെല്ലാം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇതാക്കരുത്. ഇത് വേണമെങ്കിൽ ഇവനെ ക്ലിക്ക് ചെയ്യണം. ഇഷ്ടമാണ് രാമുവിനെ വിളിക്കണമെങ്കിൽ രാമു എന്ന് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ പോലെ ഇഷ്ടമാണ് സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോ ബാക്ക്ഗ്രൗണ്ട്സ് കാണിക്കും. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ഓപ്ഷനെ എടുക്കാവൂ. അപ്പോൾ മഞ്ഞ കളർ കാണിക്കും. മഞ്ഞ കളർ മാറ്റിയിട്ട് വെള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കളറാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. ഇപ്പം ഇതാടാ, ഇത് തന്നെ സാധനം സ്കൂൾ. ഈ സ്കൂൾ ഇതാടപ്പം നമുക്ക് ഇങ്ങനെ ഈ സാധനത്തിനെ പിടിക്കും. സ്കൂൾ. ഇവനെ പിടിച്ച് അവിടെ കൊണ്ടുപോയി പുതിയൊരു സാധനം കൂടെ പറഞ്ഞു. ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ടെക്സ്റ്റ് എടുക്കുന്നു. പേസ്റ്റ് ചെയ്യുന്നു. സ്കൂളിനെ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. കേട്ടില്ല?
effects. ഹലോ, പറയാവോ? കേട്ടില്ല. ടീച്ചറിന്റെ ശബ്ദം ക്ലിയർ അല്ല ടീച്ചർ. Effects. എഫക്ട്സ് എടുക്കണമെങ്കിൽ ആ വേർഡിനെ സെലക്ട് ചെയ്യാം. ഇത് എവിടെ കിടക്കും? അതിന്റെ പ്രോപ്പർട്ടിയാണ്. ഞാൻ നേരത്തെ രാമുവിന്റെ ഉദാഹരണം പറഞ്ഞ രാമുവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രാമുവിനെ വിളിക്കണം. രാമുവിനെ സെലക്ട് ചെയ്യണം. സ്കൂളിനെ സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ എഫക്ട്സ് കാണിക്കും. സെലക്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരണം. ഇങ്ങറ്റം ലെഫ്റ്റില് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയി കാണിച്ച് AG എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അവനെ ക്ലിക്ക് ചെയ്യാം. ഇനി എനിക്കിപ്പോ തന്നേക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ കുഴപ്പമില്ല. വൈറ്റ് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ കൊണ്ട് വയ്ക്കുമ്പോഴേ വലിയ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ സ്പ്രെഡൊക്കെ ഒന്ന് കുറയ്ക്കണം. സ്പ്രെഡും കുറച്ച് അതിന്റെ റൗണ്ട്നെസ് ഒക്കെ ഒന്ന് കുറച്ച്, റൗണ്ട്നെസ്സും കുറച്ച്, സ്പ്രെഡ് കുറച്ച്, സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഞാൻ? Properties. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവനെ ഒരു ഇങ്ങനെ ചെറുതാക്കാം. ഫോണ്ട് സൈസ് ചെറുതാക്കാം. പല പല വഴികളുണ്ട്. ഇങ്ങനെ കൊണ്ട് വെച്ച് സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെ കൊണ്ടുവച്ചു. ഇനി ഒരു ടെക്നിക്ക് കൂടെ പറയാൻ, ശ്രദ്ധിച്ച് കേട്ടോ. എഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതിന്റെ കളർ മാറ്റിയാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഓക്കെ ആണേ. ബാക്ക്ഗ്രൗണ്ടിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മഞ്ഞ കളറാണ് കാണുന്നത്. മഞ്ഞ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഈ കാണുന്ന കളർ എനിക്ക് കിട്ടണം. എനിക്ക് ഇതിലൊന്നും നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ ഒന്ന് നോക്കിയിട്ട് എനിക്ക് ഈ കളർ വരണില്ല. പക്ഷെ എനിക്ക് ഈ കളർ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം. ഏതിന്റെ? സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു. പ്ലസ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ ഐ ഡ്രോപ്പർ പിക്ക് എ കളർ വന്നു. പിക്ക് എ കളർ. നമ്മൾ പണ്ട് മഷിക്കുപ്പിയിലൊക്കെ മഷി നിറയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് തന്നെ. പിക്ക് എ കളർ എടുത്ത് എവിടെ വേണം, ഏത് കളർ വേണം അവിടെ കൊണ്ടുവരണം. പിക്ക് എ കളർ. ഇതിൽ നമുക്ക് ഏത് കളർ വേണം പിക്ക് ചെയ്യണം, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ ഇവിടെ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ പരിപാടി. ഇപ്പൊ നോക്കിയേ, സ്കൂള് മാത്രം ഒന്ന് നോക്കിയേ. അടിപൊളിയല്ലേ? ഉപയോഗമുള്ള ടൂളല്ലേ? ആ ടീച്ചർ എന്തോ പറയണുണ്ടോ? പക്ഷെ നമുക്ക് ക്ലിയർ അല്ല. ടീച്ചർ, റേഞ്ച് ഇഷ്യൂ ആണോ? ഹലോ ഹലോ. ടീച്ചർ എന്താണ് സംസാരിച്ചതാണോ അതോ വീട്ടിൽ സംസാരിച്ചതാണോ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്ത് നോക്കിയത്. ഒന്ന് ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസൈനിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഒരു സാധനം തയ്യാറാക്കി തരുന്നത്, അതൊന്ന് നമ്മൾ ഐഡിയ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ChatGPT ഒക്കെ തയ്യാറാക്കി തരുന്ന ഡിസൈനിൽ നമുക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ട, ഇങ്ങനെ വേണം, എനിക്ക് ഇന്ന 60-30-10 റൂൾ അനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വേണ്ടത്, അങ്ങനെയൊക്കെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഡിസൈൻ എന്താണെന്നുള്ളത്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാധനങ്ങൾ വലുതായിരിക്കണം. താരതമ്യേന ഇമ്പോർട്ടൻസ് കുറഞ്ഞ സാധനങ്ങൾ ചെറുതായിരിക്കണം. ഇപ്പൊ ഫോട്ടോകളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രമുഖ വ്യക്തികളെ ആയിരിക്കുമല്ലോ വലുതാക്കി വയ്ക്കുന്നത്. ചെറിയ ചെറിയ സാധനങ്ങളെ വലിയ പ്രാധാന്യം ഇല്ലാത്ത നമ്മളെപ്പോലുള്ള അധ്യാപകരെയൊക്കെ ചെറുതാക്കിയൊക്കെ വയ്ക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്താണ്? ആ അപ്പൊ ഇതൊക്കെ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നതാണ്. നമ്മൾ ഈ ക്യാൻവ ഉപയോഗിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞ ക്യാൻവ അല്ല പഠിച്ചത്. നമ്മൾ പഠിച്ചത് വർക്ക്ഷീറ്റ് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. വർക്ക്ഷീറ്റോ നോട്ടോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു പെട്ടെന്ന് കൈ കിട്ടിയ ഒരു സാധനം വെച്ച് നമ്മളൊന്ന് ലൈഫ് സേവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ക്യാൻവയിൽ വന്നു. നമുക്ക് എലമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനമാണ്. ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. എലമെന്റ്സ് ഉപയോഗിക്കാം. അത്യാവശ്യം ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഒക്കെ ഉപയോഗിക്കാം. ടെക്സ്റ്റ് കൊണ്ടുവന്ന് അതിനകത്തുള്ള സാധനം ഉപയോഗിക്കാം. യെസ്. ഇപ്പൊ നോക്കി എന്റെ പിള്ളേർ.
ആരടാ അവിടെ ബഹളം വയ്ക്കുന്നത്? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇന്നത്തെ ക്ലാസ് റിയൽ റെക്കോർഡാണ് നടക്കുന്നത്. ഇപ്പൊ ഈ നമ്മൾ സംസാരിച്ച എല്ലാം അതുപോലെ കിട്ടാം. സോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും?